ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. എൻ്റെ താലി പാർട്ട് 4. അങ്ങനെയിരിക്കെ ഒരു ദിവസം ടെക്സ്റ്റൈൽസിലെ ജോലി കഴിഞ്ഞ് വളരെ വൈകിയാണ് രേണു ഇറങ്ങിയത്. വീട്ടിലേക്ക് പോകാൻ വിശ്വാസമുള്ള ഒരാളെ വിളിക്കണമായിരുന്നു. അപ്പോൾ രേണുവിൻ്റെ മനസ്സിൽ ആദ്യം വന്ന മുഖം ആദിയുടെ ആയിരുന്നു. വേഗം അവൾ ഫോണെടുത്ത് അവനെ വിളിച്ചു. ബൈക്കുമായി അവൻ വേഗം അവിടേക്ക് വന്നു. ആദ്യമായിട്ടാണ് അവൾ ബൈക്കിൽ കയറുന്നത്. അതിൻ്റെ ഒരു പേടിയും ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു ചായ കുടിക്കാമെന്നൊക്കെ ആദി പറഞ്ഞെങ്കിലും രേണുവിനാകട്ടെ എത്രയും വേഗം വീടെത്തണം എന്നൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ബൈക്കിൽ ഇരുന്നപ്പോൾ ഇളങ്കാറ്റ് അവളുടെ മുഖത്തേക്ക് അടിച്ചപ്പോൾ മെല്ലെ ആദിയോടുള്ള അവളുടെ പ്രണയം കൂടി. അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ച് ബൈക്കിലിരിക്കാനൊക്കെ അവൾക്ക് തോന്നിയിരുന്നു. ആ യാത്ര അവൾ നന്നേ ആസ്വദിച്ചു. എന്നാൽ വീടെത്തിയപ്പോൾ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. ഒരുവൻ്റെ ബൈക്കിൽ കയറി വരുന്ന അവളെ കണ്ട അമ്മയും സഹോദരിയും അവളുടെ നേരെ ചൂടായി. അവളുടെ അച്ഛൻ അവളോട് ചോദിച്ചു, "നീ ഇത്രയും കാലം ജോലിക്കെന്നും പറഞ്ഞ് പോയത് ഇതിനായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ നടന്നിട്ടാണ് എനിക്ക് മരുന്ന് മേടിച്ചത്, എന്നെ ചികിത്സിച്ചതല്ലേ? എനിക്കിനി നിൻ്റെ ചികിത്സയും വേണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ട." അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ രേണുവാകെ തകർന്നു പോയി. മാത്രമല്ല അമ്മയും അനിയത്തിയും അവളെ ഒരുപാട് കുറ്റപ്പെടുത്തി. ഇനി ജോലിക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങരുതെന്ന് അച്ഛനും പറഞ്ഞു. എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് അയാൾ എറിഞ്ഞു പൊട്ടിച്ചു. പാവൻ രേണു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും ആരും വിശ്വസിച്ചില്ല. നേരെ റൂമിൽ പോയി കരയുന്നതല്ലാതെ മറ്റൊരു മാർഗവും അവൾക്കില്ലായിരുന്നു. പിറ്റേന്ന് തന്നെ അവൾക്ക് ബ്രോക്കർ മുഖേന ഒരു വിവാഹാലോചനയും കൊണ്ടുവന്നു. എന്നാൽ ആദിയെ മറക്കാൻ രേണുവിന് സാധിച്ചതുമില്ല. അങ്ങനെ അനിയത്തിയുടെയും വീട്ടുകാരുടെയും നിർബന്ധപ്രകാരം പെട്ടെന്ന് തന്നെ ആ വിവാഹം നടത്താനുള്ള പരിപാടികളൊക്കെ ആരംഭിച്ചു. പെട്ടെന്ന് തന്നെ വിവാഹ ദിവസവും വന്നെത്തി. അപ്പോഴാണ് അത് സംഭവിച്ചത്. വിവാഹപ്പന്തലിൽ അച്ഛൻ ബോധം കെട്ടു വീണു. അമ്മയാണേൽ നെഞ്ചത്തടിച്ച് കരയുന്നുണ്ട്. എന്താ കാര്യമെന്നന്വേഷിച്ചപ്പോൾ ആരോ പറയുന്ന കേട്ടു, പെണ്ണിൻ്റെ സ്വഭാവമഹിമ അറിഞ്ഞ ചെറുക്കൻ്റെ വീട്ടുകാർ പറഞ്ഞത്രേ, അതുകൊണ്ട് ഈ വിവാഹം വേണ്ടെന്ന്, അതുകൊണ്ട് അവർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന്. ആ നിമിഷം രേണുവാകെ തകർന്നു പോയി. താൻ മോശക്കാരിയല്ലെന്ന ഒരു വാക്കുപോലും തൻ്റെ അച്ഛനോ അമ്മയോ പറയുന്നുമില്ല. വിവാഹം മുടങ്ങിയതിനേക്കാൾ വിഷമം അവളുടെ ഹൃദയം തകർന്ന നിമിഷം അതായിരുന്നു. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്നങ്ങ് പോയാൽ മതിയെന്ന് അവൾക്ക് തോന്നിപ്പോയി. ആൾക്കാർ അതും ഇതുമൊക്കെ പറഞ്ഞ് അവളെ പഴിക്കാനും തുടങ്ങി. അടക്കം പറച്ചിലും ഒക്കെയായി. അപ്പോഴാണ് അവിടേക്ക് തറവാട്ടിലെ തലമൂത്ത കാർന്നോരായ നീലകണ്ഠൻ അവിടേക്ക് വന്നത്. അവളുടെ സ്വഭാവ മഹിമയെ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ കുട്ടിയെ ഇന്നീ കാണുന്ന രീതിയിൽ ഈ തറവാടിനെ ആക്കിയത്. അവളുടെ 19-ാം വയസ്സിൽ ഇറങ്ങിയത് ആ കുട്ടി. കുടുംബം പോറ്റ നീലകണ്ഠൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ പന്തലിൽ ഒരു നിമിഷം നിശബ്ദത പടർന്നു. ഈ കുട്ടിയുടെ സ്വഭാവം ചോദ്യം ചെയ്യാൻ ഇവിടെ ആരും യോഗ്യരില്ല. അയാളുടെ ശബ്ദത്തിൽ ഒരു കരുത്തുണ്ടായിരുന്നു. 19-ാം വയസ്സിൽ അച്ഛൻ്റെ അസുഖം കാരണം വീടിൻ്റെ മുഴുവൻ ഭാരവും ചുമലിലേറ്റിയതാണ് ഇവൾ. ഈ തറവാട് ഇന്ന് നിവർന്നു നിൽക്കുന്നത് ഇവളുടെ ഒറ്റയൊരുത്തിയുടെ വിയർപ്പിൻ്റെ വിലയാണ്. അവൾ ജോലിക്ക് പോയത് തെറ്റല്ല. ഒരാളുടെ ബൈക്കിൽ കയറിയത് കൊണ്ട് ഒരുത്തിയുടെ മാനമൊന്നും പോയില്ല. ആൾക്കൂട്ടത്തിനിടയിൽ ആകെ നിശബ്ദത പരന്നു. ചിലർ തലകുനിച്ചു, ചിലർ മുഖം തിരിച്ചു. രേണു അപ്പോഴും നിശ്ചലമായി തന്നെ നിൽക്കുകയായിരുന്നു. ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തേക്ക് വരാതെ, ഉള്ളിലെല്ലാം മരവിച്ച പോലെ. അച്ഛൻ പതുക്കെ കണ്ണു തുറന്നു. നീലകണ്ഠൻ്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ രേണുവിലേക്കും. അപ്പോഴും ഒരു വാക്കുപോലും ഉരിയാടാത്ത കുടുംബം. എൻ്റെ മകൾ തെറ്റുകാരിയല്ല എന്നൊരു വാക്കുപോലും അവരുടെ വായിൽ നിന്നും വന്നില്ല. അത് രേണുവിൻ്റെ നെഞ്ചിൽ അവർ ആണി കുത്തി കയറുന്ന പോലെ തോന്നി. ചെറുക്കൻ്റെ വീട്ടുകാർ പന്തൽ വിട്ടു. വിവാഹം ഔപചാരികമായി മുടങ്ങിയ അവസ്ഥ. പെട്ടെന്നാണ് രേണുവിൻ്റെ അനിയത്തി രേഖയുടെ ഫ്രണ്ട് സുധി അവിടേക്ക് വന്നത്. രേഖയുടെ നിർബന്ധപ്രകാരം സുധി ഈ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു. രേണുവിൻ്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു തുള്ളി കണ്ണുനീർ പൊഴിഞ്ഞു. അത് വേദനയുടേതല്ല, അവഗണനയ്ക്കിടയിൽ ഒരു ചെറിയ അംഗീകാരത്തിൻ്റെ കണ്ണീരായിരുന്നു. നീലകണ്ഠൻ മുന്നോട്ട് വന്നു. "കേട്ടില്ലേ നിങ്ങൾ? ഇനി ഒരക്ഷരം കൂടി ഈ കുട്ടിയെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ അത് ഈ തറവാടിന് തന്നെ അപമാനമായിരിക്കും." അമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അച്ഛൻ തല കുനിച്ചു. രേണുവിൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ ആശ്വാസം വിതറി.
വിവാഹം ആ പന്തലിൽ തന്നെ ലളിതമായി നടന്നു. താലി കെട്ടുന്ന നിമിഷം രേണുവിൻ്റെ മനസ്സിലൂടെ ആദിയുടെ മുഖം ഒരു നിമിഷം മിന്നിപ്പോയി. എങ്കിലും ഇത് അവളുടെ വിധിയായിരുന്നു. താലി കഴുത്തിൽ വീണപ്പോൾ അവൾ മനസ്സിൽ പറഞ്ഞു, ഇതെൻ്റെ പരാജയമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ പുതിയ തുടക്കമാണ്. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു അതൊരു വേദനയുടെ തുടക്കം മാത്രമായിരുന്നെന്ന്. അവളുടെ അതിരധികം സംഭവിച്ചത് എന്തായിരിക്കാം? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ കഴിയുമോ? പാർട്ട് 5 കാത്തിരിക്കൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കല്ലേ.